യേശു തൻ്റെ ഉത്ഥാനത്തിന് ശേഷം ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുക, രോഗശാന്തി നൽകുക. യേശോയുടെ ഈ വചനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ശിഷ്യന്മാർ ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുകയും ആളുകളെ മാനസാന്തരപ്പെടുത്തുകയും സഭ സ്ഥാപിക്കുകയും ചെയ്തു. സഭാംഗങ്ങളുടെ ഏറ്റവും വലിയ ഒരു ദൗത്യമാണ് സുവിശേഷ പ്രഘോഷണം. സുവിശേഷം എന്നാൽ ഈശോ തന്നെ. തൊട്ടടുത്തറിഞ്ഞ യേശുവിനെ, അനുഭവിച്ചറിഞ്ഞ ഉദ്ധിതനായ ക്രിസ്തുവിനെ പ്രസംഗിക്കുവാനുള്ള കടമ എല്ലാ ക്രൈസ്തവർക്കുമുണ്ട്. എമ്മാവൂസിലേക്ക് തിരികെ പോയ ശിഷ്യന്മാർ യേശുവിനെ ഇനി ഒരിക്കലും കാണുകയില്ല, യേശുവിനോടൊപ്പം ആയിരിക്കുവാൻ സാധിക്കുകയില്ല, അവൻ രാജ്യം സ്ഥാപിക്കുകയില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് നിരാശപ്പെട്ട് തിരികെ പോകുന്ന ശിഷ്യന്മാർക്ക് ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ അനുഭവം ഉണ്ടാകുമ്പോൾ വചനത്തിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെ അനുഭവം സ്വന്തമാക്കിയ ശിഷ്യന്മാർ തിരികെ ജെറൂസലമിലേക്ക് വരികയാണ് സുവിശേഷം പ്രഘോഷിക്കുവാൻ. ഓരോ ക്രൈസ്തവനും, ഓരോ വിശ്വാസിക്കും സുവിശേഷം പ്രഘോഷിക്കുവാനുള്ള കടമയുണ്ട്. സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം എന്നല്ലേ അപ്പസ്തോലൻ നമ്മെ പഠിപ്പിക്കുന്നത്. സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്രയോ സുന്ദരങ്ങളെന്ന് അഭിമാനത്തോടുകൂടി വിശേഷിപ്പിക്കുന്നതും മറ്റാരുമല്ലല്ലോ. സുവിശേഷം പ്രസംഗിക്കുവാനുള്ള കടമ മാർപ്പാപ്പയിലോ മെത്രാന്മാരിലോ വൈദികരിലോ ഒതുങ്ങി നിൽക്കുന്നതല്ല. അതെല്ലാ വിശ്വാസികൾക്കുമുണ്ട്. വ്യത്യസ്തമായ മേഖലകളിൽ, വ്യത്യസ്തമായ രൂപത്തിൽ ഈ കടമ നിക്ഷിപ്തമായിരിക്കുന്നു. ഇത് തിരിച്ചറിഞ്ഞ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് നമ്മുടെ പ്രിയപ്പെട്ട ജോസ് നടയ്ക്കൽ. തൻ്റെ കഴിഞ്ഞകാല ജീവിതാനുഭവങ്ങളിൽ യേശുവിൻ്റെ വചനം തൊട്ടറിയുകയും അത് തൻ്റെ ഹൃദയത്തിൽ സ്വന്തമാക്കുകയും താൻ അനുഭവിച്ചറിഞ്ഞ യേശുവിനെ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുകയും ചെയ്യുന്ന വലിയൊരു പ്രേക്ഷിത ദൗത്യം അദ്ദേഹം ഏറ്റെടുത്ത് ഇരിക്കുകയാണ്. കഴിഞ്ഞ ഈ കാലഘട്ടങ്ങളിൽ വ്യത്യസ്തമായ രീതികളിൽ പുതിയ കമ്മ്യൂണിക്കേഷൻ സാധ്യതകൾ കണ്ടറിഞ്ഞ് അതിലൂടെയാണ് സുവിശേഷം പ്രസംഗിക്കുവാൻ, വചനം പങ്കുവെക്കുവാൻ അദ്ദേഹം പരിശ്രമിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് പുതുതായി 3-ാമത്തെ മനാസെ എന്ന എപ്പിസോഡ് പ്രസിദ്ധീകരിക്കുകയാണ്. ക്രിസ്തീയ ക്ഷമയുടെ മൂല്യം എത്രയുണ്ടെന്ന് ഈ എപ്പിസോഡ് കേൾക്കുന്നവർക്ക്, വീക്ഷിക്കുന്നവർക്ക്, പരിശോധിക്കുന്നവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. തൻ്റെ ജീവിതാനുഭവത്തിലൂടെ താൻ കണ്ടുമുട്ടിയ വ്യക്തികളിൽ ക്ഷമ വരുത്തിയ മാറ്റത്തെക്കുറിച്ച് അദ്ദേഹം മനോഹരമായി ഈ എപ്പിസോഡിൽ പങ്കുവെക്കുന്നുണ്ട്. ഈ വചനം കേൾക്കുന്നവർക്ക് മാനസാന്തരത്തിലേക്കുള്ള വാതിൽ തുറക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ദൈവാനുഗ്രഹം പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ജോസ് നടയ്ക്കലിന് കൂടുതൽ വചനം പങ്കുവെക്കുവാനുള്ള കൃപ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. കാരുണ്യവാനായ കർത്താവായ യേശുവേ, വചനം പങ്കുവെക്കുന്ന നിമിഷങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവെ, എല്ലാ ആവശ്യമായ കൃപാവരങ്ങൾ നൽകണമേ, വിശുദ്ധിയിൽ വളരുവാനുള്ള അനുഗ്രഹം നൽകണമേ. വചനം പങ്കുവെക്കുവാൻ കർത്താവെ, അന്ധകാര ശക്തികൾ ഒരിക്കലും സ്വാധീനിക്കാതിരിക്കട്ടെ. കാരുണ്യവാനായ കർത്താവെ, അങ്ങ് മാത്രം പ്രസംഗിക്കപ്പെടണമെന്നുള്ള വലിയ ബോധ്യം ഈ മകനിൽ നിറയ്ക്കണമേ. കൃപ നൽകിക്കൊണ്ട് ഇവനെ അനുഗ്രഹിക്കണമേ. കാരുണ്യവാനായ കർത്താവെ, എപ്പോഴും അവന് ആശ്വാസം നൽകിക്കൊണ്ട്, വിശ്വാസം നൽകിക്കൊണ്ട് വളർത്തണം. എപ്പോഴും എന്നേക്കും ആമേൻ.